എല്ലാവർക്കും ജിസ്മ ക്രാബ്സിലേക്ക് സ്വാഗതം. ഞാൻ ജിഷ. ഇന്നത്തെ വീഡിയോ ഞങ്ങളൊരു ഗ്രില്ല് വാങ്ങി. അപ്പോൾ ആ ഗ്രില്ല് എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നും ചിക്കൻ ബാർബിക്യൂ ഉണ്ടാക്കുന്നതിൻ്റെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. കാലും ഹാൻഡിലും ഫിറ്റ് ചെയ്ത് ഇതിൻ്റെ ലെഗ്സും ഹാൻഡിലും ഒക്കെ ഫിറ്റ് ചെയ്യുന്നത് കണ്ടു കാണുമല്ലോ ഓൾറെഡി. അപ്പോൾ അതിന് ശേഷം ഇതിങ്ങനെ കിട്ടും. ഇതിന് ശേഷം ഇതാണ് ചാർക്കോൾ ട്രേ. ഇതിൽ നമ്മൾ ചാർക്കോൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ വയ്ക്കാം. ഇത് വച്ചിട്ട് ചാർക്കോൾ ഇട്ടാൽ മതി. ചാർക്കോൾ ട്രേ വച്ചതിന് ശേഷം ഈ ഗൈഡ് ഇത് വയ്ക്കുക. ഇതിൻ്റെ അലൈൻമെൻറ്റൊക്കെ കുറച്ച് മോശമാണ്. അതിനുശേഷം അതിന് മേലെ ഈ മെഷ് ഗ്രില്ല് വയ്ക്കുക. ഈ ഗ്രില്ല് വെച്ചതിന് ശേഷം സ്ക്യൂവർ ഇതാണ് സ്ക്യൂവർ. ഇതിൻ്റെ ഒപ്പം 7 സ്ക്യൂവർ ഫ്രീ കിട്ടി. ഫ്രീ. ഇതിൽ നമ്മൾ ചിക്കൻ പീസസ് ഇങ്ങനെ കോർത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ മേലെ. ഇതിൻ്റെ ഒപ്പം 2 പാക്കറ്റ് ചാർക്കോൾ ഫ്രീ. 1 പാക്കറ്റ് ചാർക്കോൾ കൊണ്ട് ഒരു സെഷൻ ചെയ്യാം. പിന്നീട് ചെയ്യണമെങ്കിൽ വീണ്ടും ചിരട്ടക്കരി അല്ലെങ്കിൽ ചാർക്കോൾ വേറെ മേടിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ ഗ്രില്ല്. അപ്പോൾ നിങ്ങളിതിൻ്റെ അസംബ്ലിങ് ഓൾറെഡി കണ്ടു കാണുമല്ലോ. ഇനി നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നത് കുറേ കഴിഞ്ഞ് കാണിക്കുന്നതായിരിക്കും. ഇത് 4 കിലോ ചിക്കൻ ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ്. എന്തു പറയാനാന്ന് പറ. ഞങ്ങൾ ജിഞ്ചറും ഗാർലിക്കൊക്കെ അരച്ചിട്ട് വന്നപ്പോഴേക്കും
നമ്മുടെ കുക്ക് ഇത് എല്ലാ മസാല ഇട്ട് കഴിഞ്ഞു, അതുകൊണ്ട് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. തൈര്, ആവശ്യത്തിന് ഉപ്പ്, ചിക്കൻ മസാല, ഗരം മസാല, പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കോൺഫ്ലോറും ചേർത്തായിരുന്നു, ലെമണും. ഇത് ഞാൻ ജസ്റ്റ് അങ്ങ് മിക്സ് ചെയ്യണതും മസാലയൊക്കെ അങ്ങ് കാണിക്കുന്നതേ ഉള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരാം. ഇത് 4 kg ചിക്കനാണ്. ബാബുവേട്ടനോ ഞങ്ങൾക്കോ ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ നെറ്റിലൊക്കെ നോക്കിയിട്ട് എന്തെല്ലാം മസാലയാണെന്ന് ജസ്റ്റ് അറിഞ്ഞ് അത് വാങ്ങിക്കൊടുത്തു. പക്ഷേ ഈ 4 kg ചിക്കൻ എത്ര ക്വാണ്ടിറ്റി ഇടണമെന്നൊന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ബാബുവേട്ടൻ നല്ലൊരു കുക്കാണ്, അപ്പോൾ ബാബുവേട്ടനറിയാം. അതുകൊണ്ട് ബാബുവേട്ടനെ കൊണ്ടാണ് എല്ലാം ചെയ്യിച്ചത്. ബാബുവേട്ടൻ പുലിയായിരുന്നു കേട്ടോ. നല്ല എല്ലാ ഉപ്പും മുളകും എല്ലാം കറക്റ്റായിരുന്നു. ചിക്കൻ കഴുകിയെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൽ ഒട്ടും വെള്ളമില്ലാതെ നല്ല പിഴിഞ്ഞെടുക്കണം. കുറച്ച് ഓയിൽ ഒഴിക്കണം കേട്ടോ. കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചിട്ട് മസാല എല്ലാം ചേർത്ത് നല്ല മിക്സ് ചെയ്യണം. ചിക്കൻ ഇങ്ങനെ മസാലയെല്ലാം തേച്ച് മിക്സ് ചെയ്തിട്ട് കുറഞ്ഞത് ഒരു 2 hours എങ്കിലും ഇങ്ങനെ വെക്കും. നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. ഇത് ചാർക്കോള് മരത്തിൻ്റെ കരിയാണ്. ഫസ്റ്റ് മരത്തിൻ്റെ കരി ഇട്ടിട്ട് ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ മേലെ ഇട്ടിട്ട് ആ കരിയിലേക്ക് തീ പിടിപ്പിക്കുക, കനലുണ്ടാക്കുക എന്നായിരുന്നു നമ്മുടെ ഫസ്റ്റ് പ്ലാന്. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ചിരട്ട കത്തിച്ചിട്ട് ഇട്ടിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ മരത്തിൻ്റെ കരി ഇട്ടത്. ചിരട്ടക്കരിയുടെ മേലെയാണ് നമ്മൾ മരത്തിൻ്റെ കരി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചിരട്ടക്കരിയും മരത്തിൻ്റെ കരിയും നന്നായി കത്തി കനലായതിന് ശേഷം മാത്രം ചിക്കൻ വെക്കണം. കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചിക്കൻ വെച്ചാൽ ചിക്കൻ കത്തിപ്പോകും. തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വെക്കരുതെന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് പറ്റിയൊരു അബദ്ധമാണിത്. ഫസ്റ്റ് ഞങ്ങൾ വെച്ചപ്പോൾ ഇങ്ങനെ തീ നന്നായി കത്തണം എന്നുള്ള ഇതിൽ നമ്മളിങ്ങനെ വീശി കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ വെച്ചതിൽ ജസ്റ്റ് സൈഡ് പെട്ടെന്ന് കരിയാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഈ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞത്. നമ്മൾ ചിക്കൻ റെഡിയാക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് സമയം മുമ്പേ നമ്മൾ ഈ കനലൊക്കെ ശരിയാക്കണം, എന്നാലേ നന്നായി ചൂട് പിടിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ ചിക്കൻ വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ടൈം എടുക്കും. ഓരോ സൈഡും നമ്മൾ തിരിച്ച് വെച്ച് കൊടുക്കണം നന്നായി കുക്കാവാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണെങ്കിൽ കൂടി നല്ല സൂപ്പറായിട്ട് വന്നായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു, എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ബാബുവേട്ടനാണ് ആ
കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ മസാലയെല്ലാം മിക്സ് ചെയ്ത് എല്ലാം ശരിയാക്കിയത്. ഇത് ഞങ്ങളുടെ ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നതെല്ലാം ചേർക്കണമെന്ന്. അത് ചേർത്ത് നന്നായി ഉണ്ടാക്കിയത് ബാബുവേട്ടനാണ്. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഇതിനേക്കാളും സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ലൊരു സ്മെല്ല് വരുന്നില്ലേ, ചുട്ട കോഴീൻ്റെ സ്മെല്ല്. വാ, ടേസ്റ്റി ചിക്കൻ.